ഗൈസ്, ഓരോ യാത്രകളും പുതിയ പുതിയ ഡെസ്റ്റിനേഷനുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള യാത്രകളായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിലൊരു സന്തോഷം ഉണ്ടാകത്തുള്ളൂ. അതുപോലത്തെ ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതാണ് ഇരട്ടിയാർ ഡാം വരിക. അത് കട്ടപ്പനയ്ക്കടുത്ത് ഇരട്ടിയാർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഡാമാണിത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡാമാണിത്. കാരണം ഈ ഡാമിൽ ഇലക്ട്രിസിറ്റി ഉപയോഗത്തിനോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കൊന്നും അല്ല ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ഇതൊരു ചെറിയൊരു ഡാമുണ്ട് കേട്ടോ, ചെറിയൊരു ഡാം. ആളുകൾ ഇവിടെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട്, ഈ ഡാമിൽ കൂടെ നടക്കാറുണ്ട്, ഇവിടെ ഫോട്ടോസ് എടുക്കാറുണ്ട്, ഇതെല്ലാം ചെയ്യാറുണ്ട്. പക്ഷേ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. സാധാരണ നമ്മളൊരു ഡാമിൽ ചെന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ശ്രമിക്കുമ്പോൾ അത് തടയാനായിട്ട് 100 ആൾക്കാരാണുള്ളത്. പക്ഷെ ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളതിൻ്റെ ഏത് കോണിക്കൂടെ വേണമെങ്കിൽ നമുക്ക് പോവാം. നമ്മൾ ആ ഡാമിൻ്റെ സൈഡിൽ കൂടെയുള്ള ഒരു ഫോറസ്റ്റ് ഏരിയ പോലെ സൈഡിൽ കൂടെ നമ്മൾ ആ വെള്ളത്തിനടുത്തിട്ട് പോവുകയാണ്. അവിടെ നമുക്ക് കാണുന്ന കാഴ്ചകൾ എന്തെന്ന് നിങ്ങൾക്ക് അവിടെ ചെന്ന് മനസ്സിലാവും. അത്ര മനോഹരമാണ്. ഇതൊക്കെ ചില യാത്രകളിലൊക്കെ നമ്മൾ കുറച്ച് വൈൽഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കുറച്ച് കാടിനുള്ളിൽ കൂടെയൊക്കെ പോയി ഇങ്ങനെ കുറച്ച് ഇവിടെ മൃഗങ്ങളൊന്നും ഇല്ലെങ്കിലും കുറച്ച് പൂമ്പാറ്റയും അതും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ട് നമ്മൾ പോകുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതായത് നമുക്കൊരു പ്രത്യേക സന്തോഷം കിട്ടും. അങ്ങനെ പോയിട്ടുള്ള ആളുകൾക്കറിയാം, നമ്മളിപ്പോഴും ടൗണിൽ എപ്പോഴും വണ്ടിത്തിരക്കിനിടയ്ക്ക് നമ്മൾ നിൽക്കുമ്പോൾ ആ ഒരു ജീവിതവും ഇത്തരത്തിലുള്ള ഒരു സ്ഥലത്തോടെ നമ്മൾ നടന്നു പോകുമ്പോൾ കിട്ടുന്ന ഒരു ലൈഫും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ഇടയ്ക്കൊക്കെ ഇതുപോലുള്ള ചെറിയ 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 യാത്രകൾ, അതും കൂടുതലും വണ്ടി ഉപയോഗിക്കാതെ പറ്റുമെങ്കിൽ ഇതുപോലത്തെ സ്ഥലങ്ങളിലൂടെയൊക്കെ കടന്നു പോയുള്ള യാത്രകൾ എപ്പോഴും നമ്മുടെ മനസ്സിനെ വളരെയധികം ശക്തമാക്കാൻ ഉപകരിക്കും. നമ്മളിപ്പോൾ ആ ഡാമിൻ്റെ സൈഡിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് നിങ്ങൾ കാണുന്ന ആ ഒരു സ്ഥലം, അതായത് ആ ഇരട്ടിയാർ ഡാമിൻ്റെ വെള്ളം കിടക്കുന്ന സ്ഥലം. നിങ്ങൾ അറിയാവുന്ന പോലെ തന്നെ പല നാടുകളിലും ഇതുപോലത്തെ വെള്ളക്കെട്ടുകളും അല്ലെങ്കിൽ പുഴയും ലേക്കൊക്കെ ഉള്ളിടത്ത് ആൾക്കാർ ചെയ്യുന്ന പോലെ മീൻപിടുത്തം ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടുത്തെ പഞ്ചായത്ത് തന്നെ ഇവിടെ മീനുകളെ കൊണ്ടിടാറുണ്ട്. അപ്പം ഓൾറെഡി പിടിച്ച മീനുകൾ കൂടാതെ വീണ്ടും 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 മീനുകൾ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് സുലഭമായിട്ട് മീനിവിടെ കിട്ടും ഗൈസ്. ഒരുപാട് ആൾക്കാർ വള്ളവുമായിട്ടും അതല്ലെങ്കിൽ ചൂണ്ടയായിട്ടൊക്കെ വന്ന് നന്നായിട്ട് മീൻ പിടിക്കുന്ന ഒരു സ്ഥലം തന്നെയാണിത്. ഇവിടെയൊക്കെ വന്നിരുന്ന് നമുക്കൊന്ന് റിലാക്സ് ചെയ്ത് ജസ്റ്റ് ഒരു ചായയൊക്കെ കുടിച്ചിരിക്കാൻ അടിപൊളിയാണ്. പക്ഷെ ഇവിടെ ചായ ഒന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് എവിടെയെങ്കിലും മേടിച്ചുകൊണ്ട് വരണം. അല്ലാത്ത പക്ഷം നമുക്ക് കിട്ടത്തില്ല കേട്ടോ. എന്തായാലും ഒരു യാത്രയിൽ ഏറ്റവും എക്സൈറ്റ് ചെയ്യിക്കുന്നത് നമ്മൾ കാണുന്ന പുതിയ 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 കാഴ്ചകളാണ്. ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല ആ സ്ഥലങ്ങളിൽ. അതുപോലുള്ള സ്ഥലങ്ങൾ തേടിയുള്ള നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ഇടുക്കിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ തരത്തിലുള്ള കാഴ്ചകളും ഞാൻ എൻ്റെ ചാനലിൽ അവതരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇടുക്കിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഈ കാണുന്ന സ്ഥലം ഇരട്ടിയാർ വരുന്ന ഇരട്ടിയാർ ഡാമാണ്. ഇതൊരു ചെറിയൊരു ഡാം കേട്ടോ, വളരെ ചെറിയൊരു ഡാം. അപ്പോൾ നമുക്ക് ഒരു പ്രശ്നവും കൂടാതെ ധൈര്യമായിട്ട് ഈ ഡാം നിൽക്കാം.